നമസ്കാരം ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂർ ടു കൊടൈക്കനാൽ റൈഡാണ്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ കുടുങ്ങാതിരിക്കാനാണ് ഞങ്ങൾ ഇത്രയും വെളുപ്പിനെ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് കൊടൈക്കനാൽ വരെ ഗൂഗിൾ അമ്മച്ചി പറയുന്നത് 470 കിലോമീറ്റർ ഉണ്ടെന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവറാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ നീളം ഏകദേശം 10 കിലോമീറ്റർ വരെ ഉണ്ട്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് 150 കിലോമീറ്ററും 1-2 ടീ ബ്രേക്കും കഴിഞ്ഞ് ഞങ്ങൾ സേലത്തിലോട്ട് എത്താറായി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റൈഡിൽ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ സ്വന്തം സ്റ്റീഫൻ മച്ചാനും പിന്നെ അവൻ്റെ പുറയിൽ വേതാളത്തിനെ പോലെ ഇരിക്കുന്ന നമ്മുടെ സ്വന്തം ആലൻ മച്ചാനും. അടുത്തതായി ഒരു ഡാൻസ് സ്റ്റെപ്പ് നമ്മുടെ ഡാൻസ് മാസ്റ്റർ ആലൻ കുട്ടൻ്റെ വകയായി. സർ പ്ലീസ് ഒരു ഡാൻസ് സ്റ്റെപ്പ്. ഈ ഫുൾ സൂമിൽ വണ്ടി ഓടിക്കുന്നതാണ് നമ്മുടെ സ്വന്തം ജി. പിന്നെ ജീൻ്റെ പുറകിലിരിക്കുന്ന നമ്മുടെ സ്വന്തം ബോബ്. മച്ചാൻ, ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ ഗൈസ്, ഈ സ്ലോ മോഷൻ ഷോട്ട് കഴിഞ്ഞതും ഞങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടി. നമ്മുടെ ജീൻ്റെ മൈലേജ് കാൽക്കുലേഷൻ തെറ്റി ഞങ്ങൾ റോഡിൽ മൂഞ്ചി. പെട്രോൾ ബങ്ക് അടുത്തായതുകൊണ്ട് ഞങ്ങൾ വണ്ടി ടോ ചെയ്ത് പെട്രോളും അടിച്ച് ഞങ്ങളുടെ യാത്ര പിന്നെയും തുടങ്ങി.
ഇപ്പം ഞങ്ങൾ ദിണ്ടുക്കല്ലിൽ നിന്ന് റൈറ്റ് എടുത്ത് ദിണ്ടുക്കൽ തേനി ഹൈവേയിലേക്ക് കയറി. ഈ വഴി നേരെ പോയ തേനി കുമിളി വഴി കോട്ടയം എത്തും. പിന്നെ അടുത്ത റൈറ്റ് എടുത്താൽ നമുക്ക് 50 കിലോമീറ്ററിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം. ഒരു കണക്ഷനും ഇല്ലാതെ ഈ റൈഡിന് ഈ BGM എന്തിനാന്നല്ലേ ഈ ചെറുക്കനെ പോലെ നിങ്ങളും വിചാരിക്കുന്നത്. കൊടൈക്കനാലിൽ നല്ല കഷായം കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ശരീരവേദനയ്ക്കുള്ള കുറച്ച് കഷായം കൂടെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കഷായം കൊണ്ടുവരുന്നവരുടെ ശ്രദ്ധയ്ക്ക് മുന്നിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾ കുടുങ്ങിയാൽ നിങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പ് മൂഞ്ചും. ഇതേപോലെ വെറൈറ്റി അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തുവാ ജി, ശരീരവേദന കൂടിയോ? ஐயோ, என்னோட நிதம்பம் பால் தெரியுற மாதிரி தெரிஞ்சு போச்சு கேட்டா. பீஜமுடு നമ്മുടെ പോലീസ് അങ്കിൾ ഫോണിൽ ബിസി ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ഈസിയായി ഞങ്ങളുടെ കഷായം മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. തളികയുടെ ബാസന്തി ചേച്ചിയെ പോലെ മാറി. അങ്ങനെ കലിപ്പിലായ നമ്മുടെ അലൻകുട്ടനുമായി ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചു. ഫുഡ് കഴിഞ്ഞ റെസ്റ്റ് മസ്റ്റായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബുക്ക് ചെയ്ത് ഹോം സ്റ്റേയിലേക്ക് എത്തി. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. അങ്ങനെ 2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് ഞങ്ങൾ ഈ ട്രിപ്പിലെ ആദ്യത്തെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എത്തി. ഇതൊരു വാട്ടർഫോളാണ്. വാട്ടർഫോളിൻ്റെ പേര് ബിയർഷോല ഫോൾസ്. പേരിൽ മാത്രം ഫോൾസ് ഉള്ളായിരുന്നു. പ്രതീക്ഷിച്ചത്ര ഗുമ്മില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഗുണ്ടുമണി ജീനെ ഞങ്ങൾ വെള്ളത്തിൽ മുക്കാൻ നോക്കി. അതിൻ്റെ ഇടയ്ക്ക് മേളിലേക്കൊരു ഇടുങ്ങിയ വഴി ഞങ്ങൾ കണ്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ മണ്ടയിലൊക്കെ കയറി.
കയറി നോക്കിയപ്പോൾ മൊത്തം കാട് പിടിച്ച് കിടക്കുമായിരുന്നു. കാണാൻ അത്ര വ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയ പോലെ തന്നെ താഴോട്ട് ഇറങ്ങി. എങ്ങനെയോ തട്ടിയും മുട്ടിയും ഞങ്ങൾ താഴെ ഇറങ്ങി. ഈ ട്രിപ്പിൽ ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചവന്മാരെ കാണിച്ച് വെറുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ ഫോട്ടോസ് അങ്ങ് എടുത്തു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഈ കുഞ്ഞു പാലത്തിൽ കുഞ്ഞു പിള്ളേരെ പോലെ കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. Sayang.